നിങ്ങളൊരു യഥാർത്ഥ സിനിമാ പ്രേമിയാണെങ്കിൽ മലയാള സിനിമയിലെ ബോഡി ഡബിൾ ആയിട്ടുള്ള സുമാദേവിയെ കുറിച്ചുകൂടി നിങ്ങൾ അറിയണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം 15 വർഷത്തോളമാണ് മലയാള സിനിമയുടെ ബോഡി ഡബിളായി സുമാദേവി നമുക്കിടയിൽ ജീവിക്കുകയും അഭിനയിക്കുകയും എല്ലാം ചെയ്തത്. ആദ്യം ഈ ബോഡി ഡബിൾ എന്താണെന്ന് വിശദീകരിക്കാം. ലളിത ഭാഷയിൽ പറഞ്ഞാൽ ഡ്യൂപ്പ്. ഏത് ഡ്യൂപ്പ് എന്നല്ലേ? നായികമാർ വിസമ്മതിക്കുമ്പോൾ അവരുടെ സ്റ്റണ്ടുകൾ ധൈര്യത്തോടെ അവതരിപ്പിക്കുന്ന നമുക്കറിയാവുന്ന ആ ഡ്യൂപ്പ് തന്നെ. ഒരു നടിയാവാൻ ആഗ്രഹിച്ച സുമാദേവി നേരിട്ടുള്ള അവസരങ്ങൾ തനിക്ക് ലഭിക്കില്ലെന്ന് വിശ്വസിച്ചാണ് ഒരു ഡ്യൂപ്പാകുന്നതിലൂടെ എല്ലാ സിനിമാ സെറ്റുകളിലും അവർക്ക് ഭാഗമാകാനും ധാരാളം ആളുകളുമായി പരിചയപ്പെടാനും അതുവഴി തനിക്ക് സിനിമയിൽ അഭിനയിക്കാനുമൊക്കെയാകുമെന്ന പ്രതീക്ഷയിൽ മേരിക്കൊണ്ടൊരു കുഞ്ഞാട് എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. ബിജു മേനോനോടൊപ്പമുള്ള സൈക്കിൾ യാത്രയ്ക്കിടെ ഭാവന സൈക്കിളിൽ നിന്ന് വീഴുന്നത് പോലെയുള്ള ഒരു രംഗമുണ്ട് ആ സിനിമയിൽ. ആ രംഗത്തിൽ ഭാവനയുടെ ഡ്യൂപ്പായിട്ടായിരുന്നു തുടക്കം. നിലത്ത് ഉരുളേണ്ടി വന്നപ്പോൾ സുമയുടെ കയ്യിൽ ചതവുകൾ പറ്റി. ഒടിയൻ എന്ന സിനിമയിൽ വെള്ളത്തിനടിയിലുള്ള രംഗങ്ങൾ ചെയ്യുമ്പോൾ അതവരിൽ അസ്വസ്ഥതയുണ്ടാക്കി. ഇതിനിടയിൽ കൈയൊടിയുക പോലുള്ള അപകടങ്ങളുമുണ്ടായി. അങ്ങനെ ഡ്യൂപ്പായി മരങ്ങളിൽ നിന്ന് ചാടിയും വാഹന അപകടങ്ങളിൽ ഉൾപ്പെട്ടുമൊക്കെ പലവിധ സാഹസികങ്ങൾ വഴി സിനിമയിലെ മുഖമില്ലാത്ത ഒരാളായി സുമാദേവി നമുക്കിടയിൽ തന്നെ നിലനിന്നു. ദിലീപിന്റെ ബാന്ദ്ര എന്ന ചിത്രത്തിലായിരുന്നു സുമയുടെ അവസാനത്തെ ഡ്യൂപ്പ് വേഷം. നായിക തമന്ന ഒരു കെട്ടിടത്തിന്റെ 8ാം നിലയിൽ നിന്ന് ചാടുന്ന രംഗം സുമ ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കുകയായിരുന്നു. വാസ്തവത്തിൽ ഡ്യൂപ്പായി മാറുകയെന്നത് റിസ്ക്കുള്ള പണിയാണ്. പക്ഷേ ആ റിസ്ക് അനുഭവിക്കുമ്പോഴും സുമ ഹാപ്പിയായിരുന്നു. കാരണം അപ്പോഴെല്ലാം അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു, സിനിമയിൽ അഭിനയിക്കുക എന്നത്. ഇപ്പോഴിതാ സിനിമയിൽ അഭിനയിക്കുവാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രം ഡ്യൂപ്പായി മാറിയ സുമ ഒരു സിനിമയിൽ മുഖം കാണിച്ചു തന്നെ അഭിനയിക്കുകയും ചെയ്തിരിക്കുന്നു. അതും നായികയായി ഒരു മുഴുനീള കഥാപാത്രത്തിൽ. പ്രജേഷ് സെൻ സംവിധാനം ചെയ്ത ദി സീക്രട്ട് ഓഫ് വിമൺ എന്ന സിനിമയിലെ ഷീല എന്ന കഥാപാത്രം ചെയ്ത് സുമാദേവി അങ്ങനെ ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിക്കുള്ള പുരസ്കാരവും നേടി. കഥാപാത്രത്തിന് പറ്റിയ ഒരാളെ അന്വേഷിച്ചു നടന്ന സംവിധായകന് മുൻപിലേക്ക് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ സജസ്റ്റ് ചെയ്തതാണ് സുമയെ. കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞ ജീവിതത്തിൽ ആഭാസകരമായ പുരുഷ നോട്ടങ്ങളിൽ നിന്നും സ്വയം സംരക്ഷിച്ചു നിർത്തുന്ന ഷീലയായി സുമയ സിനിമയിൽ വന്നപ്പോൾ ഭാവം കൊണ്ടും ശരീരം കൊണ്ടും അവർ കിടിലനാണെന്ന് വരെ തോന്നിപ്പിച്ചു. 15 വർഷത്തെ ആ കാത്തിരിപ്പ് വെറുതെ ആയില്ലെന്നും തോന്നിച്ചു. മുഖം കാണിക്കാൻ അല്പം വൈകിയാലും സുമ ഒരു നല്ല നടിയാണെന്ന കാര്യത്തിൽ തർക്കിക്കേണ്ടതില്ല എന്നവർ തന്നെ സ്വയം ബോധ്യപ്പെടുത്തി. അങ്ങനെ സീക്രട്ട് ഓഫ് വിമൺ എന്ന സിനിമയിലൂടെ സുമാദേവിയും ചരിത്രം കുറിച്ചു. ഏത് നിലയ്ക്കെന്നല്ലേ പറയാം, ഈ നിലയ്ക്ക് തന്നെ നായികയാവുന്ന ആദ്യത്തെ ഡ്യൂപ്പ്.